മനുഷ്യ സംസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളതിനെ പല യുഗങ്ങളായിട്ട് വേർതിരിക്കുന്നുണ്ട്. ശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം തുടങ്ങി പ്രധാനപ്പെട്ട 3 യുഗങ്ങളാണ് പറയുന്നത്. ഇതിനിടയിൽ കോപ്പർ ഏജ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ മറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ സമൂഹങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് എന്തായിരുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ, ഹ്യൂമൻ സിവിലൈസേഷൻ്റെ യുഗങ്ങളെ വേർതിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യർ കൂടുതലായിട്ട് യൂസ് ചെയ്തത് ശിലകളെയാണ്, സ്റ്റോൺ ടൂൾസ് ആണ്. പാറകൾ കൊണ്ട് പലതരത്തിലുള്ള ഉപകരണങ്ങൾ, മനുഷ്യന് ഭക്ഷണം നേടിയെടുക്കാനുള്ളത്, മൃഗങ്ങളെ വേട്ടയാടാനുള്ളത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ കല്ലിലാണ് നിർമ്മിച്ചിരുന്നത്. അതിനെ നമ്മൾ ശിലായുഗം എന്ന് പറയും. പിന്നീട് ഒരു ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ മെറ്റൽസിനെ അതിൻ്റെ ഓറിൽ നിന്ന്, അയിരിൽ നിന്ന് സംസ്കരിക്കാനുള്ള സാങ്കേതിക വിദ്യ നേടുകയുണ്ടായി. അങ്ങനെ ആദ്യം നമ്മൾ കോപ്പർ, ചെമ്പാണ് സംസ്കരിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ കാലഘട്ടം ചെമ്പ് യുഗം നിലനിന്നിരുന്നെങ്കിലും ചെമ്പിൻ്റെ ഒരു ദൃഢത കുറവായിരുന്നു. അതൊരു സോഫ്റ്റ് മെറ്റലാണ്. അതിനെ വേറെ ചില ലോഹങ്ങളുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ചുകൂടെ ബലമായിട്ടുള്ള വേറൊരു ലോകം ഉണ്ടാക്കിയെടുക്കാം. അലോയിങ് എന്നാണ് ഈ സാങ്കേതിക വിദ്യ. കോപ്പറിൽ ടിന്ന്, അതുപോലെ ആർസനിക് തുടങ്ങിയ മറ്റ് പല ഈ കോപ്പർ ഓറിൽ തന്നെ കിട്ടിയിരുന്ന സാമഗ്രികളെ മിക്സ് ചെയ്തുകൊണ്ട് കോപ്പർ അലോയ്സ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ബ്രോൺസ് എന്ന് പറയുന്നത്. ബ്രോൺസിൻ്റെ വലിയൊരു മഹാസംസ്കാരം വളരെ കാലം ലോകം മുഴുവൻ നിലനിന്നിരുന്നു. ദ ബ്രോൺസ് ഏജ് എന്നുള്ളത് ഏതാണ്ട് 4500 വർഷം മുതൽ തുടങ്ങി 4500 BCE, അതായത് ഏതാണ്ട് 6500 വർഷം മുതൽ തുടങ്ങി 1200 BCEയിൽ വരെ ആണ് ഈ ബ്രോൺസ് ഏജ് നിലനിന്നിരുന്നത്. 1200 BCEയിൽ വലിയ ഒരു കൊളാപ്സ് ഓഫ് ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്നുള്ള ഒരു ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഭാസം നടക്കുന്നത് വരെ ബ്രോൺസ് ഏജ് വളരെ ആയിരക്കണക്കിന് വർഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ്. അത് കഴിഞ്ഞ് ഇരുമ്പുണ്ടാക്കുന്ന കാലഘട്ടം തുടങ്ങി. ഇരുമ്പ് സംസ്കരിച്ചെടുക്കുക, അത് മറ്റു പദാർത്ഥങ്ങളുമായിട്ട് ചേർത്ത് സ്റ്റീൽ ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഇരുമ്പ് യുഗം, അയൺ ഏജ് ഏതാണ്ട് 600 BCE തൊട്ട് തുടങ്ങി. അങ്ങനെ അത് നമ്മുടെ മോഡേൺ ഏജ് വരെ, അത് ഇന്നും നമ്മുടെ സിവിലൈസേഷനെ നിലനിർത്തുന്നത് സിമെൻറ്റും സ്റ്റീലും ആണ്. പിന്നെ മറ്റ് ഊർജം നൽകുന്ന കോള്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സാമഗ്രികൾക്ക് അതീവമായിട്ട് നമ്മുടെ ഒരു സ്ട്രക്ചർ നൽകുന്നത് സ്റ്റീലും സിമെൻറ്റുമാണ്. ഈ സാമഗ്രികൾ വെച്ചാണ് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ എക്കാലവും ഉപയോഗിച്ചിരുന്ന, എന്നാൽ ഒരിക്കലും നമ്മൾ അടയാളപ്പെടുത്താത്ത ഒരു സാമഗ്രി ഉണ്ട്. അതാണ് മരം. ഒരുപക്ഷെ മനുഷ്യരാദ്യമായിട്ട് അവൻ്റെ ഭക്ഷ്യസാധനങ്ങളെ കണ്ടുകിട്ടുന്നതിനും അതിനെ സംസ്കരിക്കുന്നതിനും അതിനെ പാകം ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയിട്ട്, മാത്രമല്ല വേട്ടയാടാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഒരുപക്ഷെ ആദ്യമായിട്ട് തടി കൊണ്ടായിരിക്കാം. നമുക്കറിയാം, ഇന്നും ചിമ്പൻസികൾ മരച്ചില്ലകൾ മുറിച്ച് അവരത് ഉറുമ്പുകളെ പിടിക്കാൻ, ടെർമൈറ്റ്സിനെയൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഫിഷിംഗ് ടൂളായിട്ട്. അതുപോലെ തന്നെ ആദിമ മനുഷ്യർ, ഹോമോസ് ജീനസുകൾ, അതിനു മുമ്പുള്ള ഓസ്ട്രലോപിതേക്കസുകൾ എല്ലാം ഇത്തരത്തിൽ മരമായിരിക്കാം യൂസ് ചെയ്തത്. കാരണം നമുക്ക് ശില വേണമെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ശില വേണം. നമുക്കതിനെ വെട്ടി മിനുസപ്പെടുത്താൻ പാകത്തിലുള്ള ശില തേടി നമ്മൾ പോയി അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു ടെക്നോളജി കായസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ മരത്തടികൾ, അത് മരച്ചില്ലകൾ, മരക്കഷ്ണങ്ങൾ, അത് വൃക്ഷങ്ങളിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുക മാത്രമല്ല, അത് സ്വാഭാവികമായിട്ട് വൃക്ഷങ്ങൾ നശിച്ചു പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കിട്ടുന്ന മരക്കഷ്ണങ്ങൾ സ്വാഭാവികമായിട്ട് വേറൊരു പാകപ്പെടുത്തലും ഇല്ലാതെ തന്നെ
ഒരു ഉപകരണത്തിൻ്റെ രൂപത്തിൽ കിട്ടുന്നത് സാധാരണയാണ്. അങ്ങനെ നമുക്ക് എവിടെയും വൃക്ഷങ്ങളെ കാണാം, നമുക്ക് മരത്തിൻ്റെ അംശങ്ങൾ നമുക്കത് സ്വാഭാവികമായിട്ട് തന്നെ നേച്ചറിൽ നിന്ന് കിട്ടാം. പിന്നെ കുറച്ച് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മരത്തിനെ നമുക്ക് എടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അങ്ങനെ ഒരു പക്ഷേ നമ്മൾ സംസ്കാരത്തിൽ ആദ്യമായിട്ട് ഉദിച്ച ഒരു ഏജ്, മെറ്റീരിയൽ സംസ്കാരം എന്ന് പറയുന്നത് ഈ മരയുഗമായിരിക്കാം, ധാരുയുഗം. ആ യുഗം അസ്തമിക്കുന്നില്ല. അത് ശിലായുഗത്തിലൂടെ, ബ്രോൺസ് ഏജിലൂടെ, അയൺ ഏജിലൂടെ അത് പാരലായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ബ്രോൺസിനെയും സ്റ്റോൺ ടൂൾസിനെയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട് മരം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ലിവിങ് ഏജാണ് മനുഷ്യനും മരവുമായിട്ടുള്ള ഒരു സംബന്ധം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഹോമോ എറക്ടസും അതിനുശേഷം വന്ന ഹോമോ ഹീഡൽബെർഗൻസിസും എല്ലാം 1.7 മില്യൺ ഇയേഴ്സിന് മുമ്പ് തന്നെ മരത്തിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ചെറിയ സൂചനകളുണ്ട്. എന്നാൽ ആദ്യത്തെ ഒരു മരം കൊണ്ടുള്ള ഉപകരണം അല്ലെങ്കിൽ ഒരു മരത്തടി ഒരു ആർട്ടിഫാക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് 7,80,000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൽ നിന്നാണ്. അതിനുശേഷം ഏതാണ്ട് 4,76,000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഒരു ഇൻ്റർലോക്ഡ് വുഡ് ആർട്ടിഫാക്റ്റ്, അതായത് 2 മര കഷ്ണങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, വളരെ വിദഗ്ധമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂള് നമുക്ക് സാംബിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പഠനം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഈ ഒരു മരവും മനുഷ്യനുമായിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ ഇന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മരം കൊണ്ടുള്ള ഫ്രൈജിങ് ടൂൾസ്, ഹണ്ടിങ് ടൂൾസ്, പിന്നീട് നമ്മുടെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തിൽ വന്നിട്ടുള്ള വലിയ ഒരു മാറ്റം, കൃഷി എന്നുള്ള ആ ഒരു വ്യവസ്ഥ വന്നപ്പോൾ നമ്മൾ തടിയെ വലിയ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ വണ്ടികൾ ഉണ്ടാക്കുന്നത്, ചക്രങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം ആദ്യകാലത്ത് നമ്മൾ തടി കൊണ്ടായിരുന്നു, മരം കൊണ്ടായിരുന്നു. അതിന് വലിയ രീതിയിലുള്ള ഒരു ടെക്നിക്കൽ കേപ്പബിലിറ്റിയും കൂടി വേണമായിരുന്നു. ആ കേപ്പബിലിറ്റി ഹോമോസേപ്പിയൻസിന് മുമ്പ് തന്നെ പല സ്പീഷീസുകൾക്കും ഉണ്ടായിരുന്നു ഇന്ന് തെളിവ് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് നിയന്ത്രതാൽസ് എന്ന് പറയുന്ന നമ്മുടെ പൂർവികർ ചില മരങ്ങളിൽ നിന്ന് പശ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ മരം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ഒട്ടിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സാങ്കേതിക വിദ്യ. അതിന് നല്ല പശ ആവശ്യമുണ്ട്. ആ പശ ചില മരങ്ങളിൽ നിന്ന് സംസ്കരിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അതും ഏതാണ്ട് 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. 4 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം വളരെയധികം തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ യൂറോപ്പ്, ചൈന, ആഫ്രിക്ക എന്നുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീട് വന്നപ്പോൾ തടി എന്നുള്ളത് അല്ലെങ്കിൽ മരം എന്നുള്ളത് ഉപകരണങ്ങൾക്ക് മാത്രമല്ല, അത് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി, ഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. അതിൻ്റെ ഡയറക്റ്റ് അവശിഷ്ടങ്ങൾ നമുക്ക് കിട്ടുന്നത് ഈ പറയുന്നത് പോലെ ഒരു 4 ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരങ്ങൾ നാട്ടിയ ഒരു സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. നാട്ടാൻ വേണ്ടി എടുത്ത കുഴികൾ, കല്ലിൽ കുഴിയെടുത്ത് അതിൽ ഒരു പക്ഷേ തടി നാട്ടിയിട്ട് ആയിരിക്കാം ഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഭാരതത്തിൽ നിന്ന് പോലും കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റോൺ ടൂൾസ് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്തപ്പോൾ വന്ന വലിയൊരു ഇന്നോവേഷനാണ് ഒരു ശിലയിൽ നിർമ്മിച്ച ആയുധവും അതിനെ ഒരു പിടി, കമ്പ് കൊണ്ടുള്ള, തടി കൊണ്ടുള്ള ഒരു പിടി ഉണ്ടാക്കി യോജിപ്പിക്കുക എന്നുള്ള സാങ്കേതിക വിദ്യ, ഹാഫ്റ്റിംഗ് എന്ന് പറയും. ഈ വിദ്യ വന്നതോടുകൂടി നമ്മൾ ഡയറക്റ്റായിട്ടൊരു സ്റ്റോൺ ടൂൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ കാര്യക്ഷമത, ഇങ്ങനെ ഒരു ജോയിൻറ്റ്, കല്ലും മരവുമായിട്ടുള്ള
ഒരു ജോയിന്റ് ടൂളിന് ഉണ്ടാകാൻ പറ്റി. അത് വലിയൊരു ഇന്നോവേഷൻ ആയിരുന്നു. പിന്നീട് മനുഷ്യ സിവിലൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വലിയ നഗരങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്ന് സങ്കല്പിക്കുന്നത്. ആമസോണിൽ ഈ അടുത്ത കാലത്ത് അവിടെ മറഞ്ഞിരുന്ന ഒരു വലിയ മഹാസംസ്കാരത്തെക്കുറിച്ചുള്ള തെളിവുകൾ പുറത്തു വന്നതായിട്ട് നമ്മളിവിടെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ആ നാഗരികതയുടെ വലിയ വലിയ സിറ്റീസ്, വലിയ വലിയ റോഡ് നെറ്റ്വർക്ക് എല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അവശിഷ്ടങ്ങൾ വളരെ ചുരുക്കം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മാസീവ് സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഭാരതത്തിൽ പോലും സിവിലൈസേഷൻ നിലനിന്നിരുന്നത് വലിയ രീതിയിൽ മരത്തെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. കേരളത്തിൽ വീടുകൾ, ക്ഷേത്രങ്ങൾ എല്ലാം നിർമ്മിച്ചിരുന്നത് തടി കൊണ്ടാണ്. കേരളത്തിന് പുറത്തും ഭാരതം മുഴുവൻ വലിയൊരു കാട് പ്രദേശം, ഒരു വനപ്രദേശം ആയിരുന്നത് കൊണ്ട് തന്നെ തടിയുടെ ഉപലബ്ധി വളരെ അധികമായിരുന്നു. അതുകൊണ്ട് മരം കൊണ്ട് നിർമ്മിക്കുന്ന പല കാര്യങ്ങളും അന്ന് നടന്നിരുന്നു. വാഹനങ്ങൾ മാത്രമല്ല, ഗ്രഹങ്ങൾ, ആയുധങ്ങൾ, ഇതെല്ലാം തടിയിലാണ് നിർമ്മിച്ചിരുന്നത്. പലപ്പോഴും നമ്മളിത് അവഗണിക്കുക, തടി കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ വളരെ പ്രാകൃതമാണ് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മഹാഭാരത യുദ്ധം നടന്നപ്പോൾ അവിടെ എല്ലാം അമ്പും വില്ലും ആയിരുന്നില്ലേ? അപ്പോൾ അതെല്ലാം തടി കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഐതിഹ്യമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ അടുത്ത നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തിയത് ജംഗിഷ് ഖാനാണ്. ലോകത്തിൻ്റെ ആരും കാണാത്ത ഒരു മൂലയിൽ കിടക്കുന്ന ഓണങ്കറ മൂല എന്ന് പറയുന്ന മംഗോളിയയുടെ നോർത്തേൺ പാർട്ടിൽ, അതിൻ്റെ ഉത്തരഭാഗത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി. അദ്ദേഹം ജപ്പാൻ മുതൽ യൂറോപ്പ് വരെ നീണ്ടു കിടക്കുന്ന ഇന്നത്തെ മിഡിൽ ഈസ്റ്റ്, അറേബ്യയും ഇന്നത്തെ റഷ്യയും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സാമ്രാജ്യം ജംഗിഷ് ഖാനും ജംഗിഷ് ഖാന്റെ അവകാശികളും എല്ലാം കെട്ടിപ്പടുത്തിയപ്പോൾ അവർ യൂസ് ചെയ്തത് അമ്പും വില്ലുമായിരുന്നു. മരം കൊണ്ട് നിർമ്മിച്ച അമ്പും വില്ലും. അവർ യൂസ് ചെയ്ത തേരുകളെന്ന് പറയുന്നത് മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. കുതിരകളുടെ സഹായമുണ്ടായിരുന്നെങ്കിലും മരമാണ് അവരുടെ ഒരു മെറ്റീരിയൽ അസറ്റ് എന്ന് പറയുന്നത്. ഭാരതത്തിൽ ജംഗിഷ് ഖാൻ ആക്രമണം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മുന്നേറാൻ സാധിക്കാത്തത് ഭാരതത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ, ചൂട് കൂടിയതും ജലാംശങ്ങൾ കൂടിയ, ഹ്യൂമിഡിറ്റി കൂടിയ ഒരു കാലാവസ്ഥ ജംഗിഷ് ഖാന്റെ അമ്പും വില്ലിനെയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ തടസ്സപ്പെടുത്തി. അങ്ങനെയാണ് ജംഗിഷ് ഖാന് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്. അപ്പോഴത് ആ പിന്മാറ്റമല്ല, അവിടെ മരത്തിൻ്റെ ഒരു യൂസിനെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. മഹത്തായ ഒരു അന്ന് വരെ മനുഷ്യർ കണ്ടിട്ടില്ലാത്ത അത്രയും വ്യാപ്തിയുള്ള ഒരു മഹാസാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് വെറും മരത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ കൊണ്ടാണ്. ഇന്ന് നമ്മുടെ സിവിലൈസേഷനിൽ നമ്മൾ മരത്തിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ഗൃഹങ്ങളിലെ നല്ലൊരു ഭാഗവും സിമെൻറ്റും സ്റ്റീലുമൊക്കെ ആണെങ്കിലും മരമില്ലാതെ ഒരു ഗൃഹവും പൂർത്തിയാവുകയില്ല, ഒരു സ്ട്രക്ചറും പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇന്ന് മരം കൊണ്ട് വലിയ വലിയ ഗൃഹങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ശ്രമത്തിലാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ. കാരണം മരം എന്നുള്ളത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അത് വെറും മെറ്റീരിയൽ അല്ല, അത് കാർബൺ ഡയോക്സൈഡിനെ സിക്വസ്റ്റർ ചെയ്യുന്ന, കാർബൺ ഡയോക്സൈഡിനെ പിടിച്ച് ഉള്ളിൽ നിർത്താൻ സാധിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സിമെൻറ്റും സ്റ്റീലും കൊണ്ട് വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും, വലിയ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് മരം കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഉയരവും വിസ്തൃതിയുമുള്ള ബിൽഡിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് പല രാജ്യങ്ങളും. അങ്ങനെ മരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ തുടങ്ങിയപ്പോഴും, മനുഷ്യൻ എന്നുള്ള ഒരു സ്പീഷ്യസിനെ അടയാളപ്പെടുത്തി തുടങ്ങിയപ്പോഴും നമുക്ക് മരമുണ്ടായിരുന്നു. നമ്മൾ പല യുഗങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പാരലലായിട്ട് മരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഒപ്പം ഈ ധാരുയുഗം നമ്മളെ ഓടൊപ്പം തന്നെ ഉണ്ടാകും. ഈ വസ്തുവിൻ്റെ മഹനീയത, അതിൻ്റെ നമ്മളെ എങ്ങനെയെല്ലാം അത് നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇനിയും ഒരു ശരിയായിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്.
അത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ അത് കൂടുതൽ പ്രകടമായിട്ട് മരത്തിൻ്റെ, ധാരുവിൻ്റെ ഒരു ഉപയോഗം, അതിൻ്റെ പ്രസക്തി നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ തിരിച്ചറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്.